നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപെടലുകൾ, ഇതൊക്കെ സമാധാനം തന്നിട്ട് പോകുന്ന അവസ്ഥയാണോ ഉള്ളത്? അതോ നമ്മുടെ സാഹചര്യവും നമ്മുടെ സാന്നിധ്യവും മറ്റുള്ളവർക്ക് അസമാധാനം സൃഷ്ടിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കനൽ കോരിയിടുന്ന അനുഭവമാണോ ഉള്ളത്? അവരെ ചൂടുപിടിപ്പിക്കുന്ന അവസ്ഥയാണോ ഉള്ളത്? ആത്മീയമായ ചൂടാക്കലല്ല, ശാരീരികമായും ഭൗതികമായ ചൂടാക്കലാണ്. അപ്പോൾ ദൈവം ഇന്ന് തിരുവചനത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ പറയുകയും അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ സമാധാനം സ്വീകരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിലും നമ്മുടെ സഹോദര ബന്ധങ്ങളിലും സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഇതിനർത്ഥമില്ല യേശുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്തതിൻ്റെ മറ്റൊരു പ്രതീകം.